ഇത് ഇന്നലെ സൺഡേ എൻ്റെ ഒരു രാവിലത്തെ വ്ളോഗാണേ. രാവിലെ അച്ഛൻ പോയി കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ രാവിലെ അമ്മ രാവിലെ ചോദിച്ചു എന്താണ് വേണ്ടതെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അങ്ങനെ പോയി അമ്മയല്ല അച്ഛൻ പോയി മൈദയും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. മൈദയും കിഴങ്ങറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ പോയി അച്ഛൻ അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേക്കും ഞാൻ അച്ഛൻ്റെ അടുക്കൽ പോയി മേടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്കിഷ്ടമാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ തന്നെ അച്ഛനോട് വാങ്ങിക്കൊണ്ട് വന്ന് എല്ലാം മേടിച്ച സാധനങ്ങളെല്ലാം അതാത് സാധനത്തേക്ക് പാത്രങ്ങളിലൊക്കെ ആക്കിയൊക്കെ വെച്ചിട്ട് പിന്നെ കിഴങ്ങൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടിരുന്നു. കിഴങ്ങെല്ലാം നന്നാക്കി അത് അരിഞ്ഞ് വാതിക്കൽ വന്നിരുന്ന് അച്ഛനും അനിയത്തിയും വാതിക്കൽ ഓരോന്നും ചെയ്യണമൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ അതെല്ലാം അരിഞ്ഞ് പെറുക്കി ആദ്യം വെളിയിലിരുന്ന് നന്നാക്കി അകത്ത് വന്നിരുന്നാണ് അരിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോൾ ഇവളെന്നെ എൻ്റെ വീഡിയോ സൂം ചെയ്ത് അതാണ് ഞാൻ അങ്ങനെ അവളോട് അങ്ങനെ സംസാരിക്കണേ. പിന്നെ ഞാനും അവൾ ദോശ ഉണ്ടാക്കി, മൈദയുടെ ദോശയായിരുന്നു അവളതുണ്ടാക്കി, ഞാൻ കിഴങ്ങ് കറി ഉണ്ടാക്കി. ഞാനിങ്ങനെ വറ്റൽമുളകൊക്കെ ചെയ്ത് എനിക്ക് മഞ്ഞ കളറിൽ കിഴങ്ങ് വയ്ക്കാനാണ് ഇഷ്ടം. അങ്ങനെ അതാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഞങ്ങളത് ഉണ്ടാക്കിക്കൊണ്ടപ്പോൾ അമ്മ രാവിലെ ഇന്നലെ സൺഡേ ആണെങ്കിലും അമ്മയ്ക്ക് വർക്കുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവിടെ പോയിരിക്കണമായിരുന്നു. പക്ഷേ അമ്മ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേരപ്പോഴേക്കും പെട്ടെന്ന് അമ്മയുടെ സൗണ്ട്, അമ്മ പെട്ടെന്ന് കയറി വന്നു. അമ്മയ്ക്ക് ഇന്നലെ ചകിരി അമ്മ കയറി വിരിക്കാനാണ് പോകുന്നത്. അപ്പം ചകിരി മിനിഞ്ഞാന്നത്തെ മഴയിൽ കുറച്ച് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നനയാതെ ചകിരിയെല്ലാം പിരിച്ചതിന് ശേഷം അമ്മ ബാക്കി നനഞ്ഞത് കാരണം പിന്നെ ഉണക്കില്ലാതെ നമുക്ക് പിരിക്കാൻ പറ്റത്തില്ല. അപ്പം അമ്മ അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നായിരുന്നു. അങ്ങനെ അമ്മയും വന്ന് ഞങ്ങൾ പിന്നെ കട്ടനൊക്കെ ഇട്ട് എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്ന് ഞങ്ങൾ നേരത്തെ അങ്ങനെയാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമല്ല, ഞങ്ങളുടെ സ്വന്തം വീട്ടിലായിരുന്ന സമയത്തും ഞങ്ങൾ ഇതേപോലെ എല്ലാവരും കൂടി താഴെ ഇരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഞങ്ങൾക്ക് ഡൈനിങ് ടേബിൾ